ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ ചീനീസ് കിച്ചൺ വന്നിരിക്കുന്നത് ഇന്ന് ഒരു ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിനായിട്ടൊരു ഫ്രഷ് ക്യാരറ്റ് കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് എളുപ്പത്തിൽ നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്ന വിധത്തിൽ വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്നല്ല, ഇത് കാണുമ്പോൾ ഓർമ്മ വരെ നമുക്ക് മൂന്നാറിൽ പോകുമ്പോഴാണ് കേട്ടോ. അപ്പോൾ മൂന്നാറിൽ പോയതല്ല, ഞാൻ ചോറ്റാനിക്കര അമ്പലത്തിലേക്ക് പോകുമ്പോൾ അപ്പോൾ അന്നൂരിനി പാലത്തിൻ്റെ അവിടെ ഒരു വണ്ടിയിൽ 5 മണിക്കായിരുന്നു കേട്ടോ വെളുപ്പിന് ഈ ക്യാരറ്റ് കണ്ടത്. പക്ഷേ ഞാൻ തിരിച്ചു വരുമ്പോഴാണ് വാങ്ങിയത്. തിരിച്ചു വരുമ്പോഴും അതിൽ ഉണ്ടായിരുന്നു. അപ്പോൾ 3 കെട്ട് 100 രൂപയായിട്ട് കിട്ടിയത്. ആ വണ്ടി അവിടെ എന്നും ഉണ്ടെന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത്. മൂന്നാറിൽ നിന്ന് കൊണ്ടുവരുന്നത് തന്നെയാണെന്നും പറഞ്ഞു. വളരെ ഫ്രഷ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ നല്ലോണം മണ്ണും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് കഴുകി അതിൻ്റെ തല്ലിയൊക്കെ ചീകിയതിന് ശേഷമാണ് നമ്മൾ അലുവ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഫ്രഷ് ക്യാരറ്റ് നമുക്കിപ്പോൾ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഇത് കിട്ടിയപ്പോൾ കുറച്ച് പെട്ടെന്ന് തന്നെ ക്യാരറ്റ് ഹൽവയുടെ കാര്യം ഓർമ്മ വന്നു. ഇപ്പോൾ ഓൾറെഡി നമ്മൾ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. എന്നാലും അത് കുറച്ച് ഹൽവയായിട്ട് നോർത്ത് ഇന്ത്യ സ്റ്റൈലാണ്. അത് നമുക്ക് ഇവിടെയൊക്കെ ഹോട്ടലിലും ബേക്കറികളിലൊക്കെ കിട്ടുന്ന വിധത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല കളറാണ് കേട്ടോ. അപ്പോൾ മോനാണ് അതൊക്കെ ഗ്രേറ്റ് ചെയ്യുന്നത്. കുക്കിങ്ങൊക്കെ ഇഷ്ടമാണ്, നന്നായിട്ട് കുക്കിങ്ങും ചെയ്യും. പക്ഷേ വീട്ടിൽ കൊടുക്കാനൊന്നും സമ്മതിക്കില്ല കേട്ടോ. നല്ല കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല റെസിപ്പീസൊക്കെ ആൾ ചെയ്യും, ചീസും ഇതൊക്കെ വെച്ചിട്ട്. പക്ഷേ അതൊന്നും എടുക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് എടുക്കാറില്ല. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഗ്രേറ്റ് ചെയ്ത് തന്നു. പിന്നെ അതിൻ്റെ ബാക്കി പീസൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ജ്യൂസ് അടിക്കാമെന്ന് പറഞ്ഞാൽ അതൊക്കെ മാറ്റി വെച്ചു. അപ്പോൾ നമ്മൾ കുക്കറിലാണ് ഇന്ന് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല കളറാണ് കേട്ടോ ക്യാരറ്റ്. അപ്പോൾ അത് ഒരു 1/2 കിലോ ക്യാരറ്റിൻ്റെ അളവ് ഞാൻ പറയുന്നത്. 1/2 കിലോ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത അളവിലാണ് പറയുന്നത്. 1/2 ലിറ്റർ പാല്, അതിലേക്ക് ഷുഗർ. മുമ്പൊക്കെ നമ്മൾ 1/4 കപ്പൊക്കെയാണ്. ഇപ്പോൾ ഞാൻ ഷുഗർ വളരെ ഞങ്ങൾ രണ്ടുപേരും കുറച്ചിരിക്കുകയാണ് കേട്ടോ. നിശ്ചയിലും അത് വീഡിയോയിലൊക്കെ വളരെ കുറച്ച് ഷുഗറൊക്കെ ആഡ് ചെയ്യുന്ന കാണിക്കുന്നുള്ളൂ. ഷുഗർ തന്നെ ആഡ് ചെയ്യാറില്ല, ഞാൻ കുറച്ചെങ്കിലും ആഡ് ചെയ്യും. അപ്പോൾ സ്പൂൺ കണക്കിനാണെന്ന് പറയുന്നത് ഒരു 4-5 സ്പൂണാണ് മാക്സിമം ഇതിൽ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വളരെ കുറച്ചതിൽ ചേർത്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ കപ്പിൻ്റെ അളവൊന്നും പറയുന്നില്ല. അതുപോലെ തന്നെ നെയ്യും നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഇതിൽ ചേർക്കുന്നുള്ളൂ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പാലും പഞ്ചസാരയും ക്യാരറ്റും കൂടെ അതിലേക്ക് ഒരു 2 ഏലക്കയും കൂടെ ചതച്ചിട്ടിട്ട് നമുക്ക് കുക്കറിൽ അടിച്ചെടുക്കാം കേട്ടോ. 4-5 വിസിൽ അടിച്ചോട്ടെ, നന്നായിട്ട് വെന്ത് വരണം. എന്നാലേ നമ്മുടെ അലുവ നല്ലോണം വായിലിട്ട് അലിഞ്ഞ് പോകുന്ന വിധത്തിൽ ടേസ്റ്റിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ കുക്കറിൽ അടിച്ചെടുത്തിട്ടുണ്ട്. പാല് വറ്റാത്ത പാല് നമുക്ക് കുക്കറിൽ തന്നെ വറ്റിക്കാം. അതിന് ശേഷം ഞാനൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമുക്കധികം നെയ്യും പഞ്ചസാരയും ഒന്നും വേണ്ട കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കുറേ പഞ്ചസാരയും നെയ്യും വേണം വരണ്ട് വരാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് മാറ്റുകയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമായി അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് വെച്ചിട്ടുണ്ട് നെയ്യിൽ. പിന്നെ നിങ്ങൾക്ക് മുകളിൽ കുറച്ച് ബദാമൊക്കെ ഉണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തിടാം, പിസ്കൊക്കെ ഇടാം കേട്ടോ. ഒക്കെ ടേസ്റ്റ് കൂട്ടും. ഇതിലേക്കുള്ള നെയ്യാണ് ഒരു 2-3 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വരട്ടി ബൗളിലേക്ക് സെർവ് ചെയ്യാം. പിന്നെ ഇത് നമുക്ക് വാനില ഐസ്ക്രീമിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റേ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിലും നമുക്ക് ഈ ഹൽവ ഡെക്കറേറ്റ് ചെയ്തിട്ടാൽ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റിൽ കിട്ടും. നമ്മൾ കസ്റ്റർഡൊക്കെ വെച്ചിട്ട് പുഡിങ് ഉണ്ടാക്കില്ല, അതിൻ്റെ മുകളിൽ ലെയർ ചെയ്തും കൊടുക്കാം. അപ്പോൾ അതാ നോൺ സ്റ്റിക്ക് പാനിൽ നന്നായിട്ട് വരട്ടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെന്നൈ പോയപ്പോൾ ഞാൻ കണ്ടതാണ് ഈ ഹൽവയുടെ മുകളിൽ നെയ്യ് ഇങ്ങനെ തെളിഞ്ഞേക്കുന്നത്. അത് അത്രയും നെയ്യ് അവർ ഒഴിച്ചാലും അങ്ങനെ നിൽക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് അത് ചൂടോടെ നമ്മളിതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നല്ലൊരു ടീസ്പൂൺ നെയ്യ് ചൂടാക്കി ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റിൽ കിട്ടും. അധികം നെയ്യ് നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കും വേണ്ട. അപ്പോൾ ഞാൻ ഇത്തവണ അങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കി കണ്ടോ. അപ്പോൾ നല്ല നെയ്യിൻ്റെ ഒരു ടേസ്റ്റിൽ തന്നെ കിട്ടി. അപ്പോൾ ഇത് പാത്രത്തിലേക്കൊക്കെ സെർവ് ചെയ്തു. ആ സമയം കൊണ്ട് തന്നെ മോൻ ഐസ്ക്രീമൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ വാനില ഐസ്ക്രീമാണ് ഇതിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഐസ്ക്രീമിൻ്റെ കൂടെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ക്യാരറ്റൊക്കെ എങ്ങനെയും കുട്ടികൾ കഴിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ക്യാരറ്റ് കുറച്ച് കളറുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ അതിന് ശേഷം ഐസ്ക്രീമൊക്കെ വാങ്ങി അതിൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനത്തെ വ്യത്യസ്തങ്ങളായ റെസിപ്പിയായിട്ട് ചീനീസ് കിച്ചൺ വീണ്ടും വരുന്നതാണ്. അടുത്തൊരു അടിപൊളി റെസിപ്പിയായിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു. അപ്പോൾ നമ്മുടെ വാനില ഐസ്ക്രീമും ക്യാരറ്റ് ഹൽവയും കൂടിയിട്ടുള്ള കോമ്പിനേഷൻ എങ്ങനെയാണ് കേട്ടോ നമ്മൾ സെർവ് ചെയ്യുക. അതിൻ്റെ മുകളിൽ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്.